99 സങ്കീർത്തനം അവൻ ദൈവത്തിൻ്റെ അധികാരത്തെ അവൻ വാഴ്ത്തുന്ന, ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന അവനൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. അവൻ അതിൻ്റെ പ്രാരംഭവാക്യം ഒന്ന് വായിക്കാം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അവൻ യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. അങ്ങനെ 3 സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 93 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. 97-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. 3 സങ്കീർത്തനങ്ങൾ അത് ആരംഭിക്കുന്നത് ആര് വാഴുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ? യഹോവ വാഴുന്നു. 93-ാം സങ്കീർത്തനം, 97-ാം സങ്കീർത്തനം, 99-ാം സങ്കീർത്തനം. 93-ാം സങ്കീർത്തനത്തിൽ അവൻ ഇതാണ് പറഞ്ഞത്: യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് ആമേൻ സ്തോത്രം, ആ മഹത്വത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് വിവരിക്കുന്ന സങ്കീർത്തനമാണ് 93-ാമത്തെ സങ്കീർത്തനം. 97-ാമത്തെ സങ്കീർത്തനം അവൻ വാഴുമ്പോൾ അവൻ സംഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. 99-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴും അവിടെയും അതിപ്രധാനമായൊരു കാര്യം പറയുകയാണ്. ദൈവം വാഴുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള അവൻ്റെ വിശുദ്ധിയെ വിളിച്ച് പറയുന്ന, വിശുദ്ധിയെ വരച്ചു കാട്ടുന്ന ഒരു സങ്കീർത്തനമാണ് 99-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. 93-ൽ അവൻ വാഴുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മഹത്വം വിളിച്ചു പറയുന്നു. 97-ൽ അവൻ വാഴുന്നു എന്ന് പറയുമ്പോൾ അവൻ സ്തോത്രം, അവൻ്റെ വാഴ്ചയിലുള്ള സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ 99-ൽ അവൻ യഹോവ വാഴുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ സങ്കീർത്തനിൽ അതിപ്രധാനമായി പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്, വിശുദ്ധിയെക്കുറിച്ചാണ്. അവൻ സ്തോത്രം, അവൻ എവിടെ വസിക്കുന്നു എന്ന് 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. ആമേൻ സ്തോത്രം. അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാവുന്നു, അവൻ പരിശുദ്ധൻ, ഇങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവർ നിന്റെ മഹത്വവും ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ കാര്യമുണ്ട്. യഹോവ ആരാണ് എന്ന് പറഞ്ഞിരിക്കുക. ആമേൻ സ്തോത്രം. യഹോവ വാഴുന്നു എന്ന് ഈ പറയുന്ന സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, 5-ാം വാക്യം, 9-ാം വാക്യം. 99-ാം സങ്കീർത്തനത്തിന് 9 വാക്യങ്ങളാണ് ആകെ. അവൻ അതിൻ്റെ 3, 5, 9 വാക്യങ്ങളിൽ യഹോവ ആരാണ് എന്ന് പറഞ്ഞിരിക്കുക. 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ, അപ്പോൾ യഹോവ ആരാണ്? അവൻ പരിശുദ്ധനായി വാഴുന്നു, അല്ലേ? അവൻ പരിശുദ്ധൻ. 5-ാമത്തെ വാക്യം പറയുക: നമ്മുടെ ദൈവമായ യഹോവയെ അവൻ്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ, അവൻ പരിശുദ്ധൻ ആകുന്നു. അവൻ ഒടുവിലത്തെ വാക്യം പറയുകയാ: നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ, നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. 99-ാം സങ്കീർത്തനത്തിൽ ദൈവം പരിശുദ്ധൻ. ഇന്ന് പകൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? നാം ആരാധിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഈ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് സമൂഹത്തിലേക്ക് ചിന്തിച്ചാൽ മതി. ഓരോ അധികാരത്തിനും ഓരോ ലക്ഷ്യങ്ങളാണ്, അല്ലേ? രാഷ്ട്രീയ അധികാരങ്ങൾ, മറ്റ് ഭരണകൂടങ്ങളുടെ അധികാരങ്ങൾ, മറ്റ് സംഘടനകളുടെ അധികാരങ്ങളൊക്കെ നാം ചിന്തിച്ചാൽ അതിനെല്ലാം ഓരോ തലങ്ങളും, ഓരോ ലക്ഷ്യങ്ങളും, ഓരോ രീതികളുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അധികാരത്തിന് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണ് പരിശുദ്ധൻ അല്ലെങ്കിൽ പരിശുദ്ധി. ആമൻ. യെശയ്യാ പ്രവചനത്തിലേക്കൊന്ന് വരാം. ആമൻ സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ അധ്യായം നമുക്ക് സുപരിതമായ ഭാഗമാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ.
ഉസിയാരായ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങി വരുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് ഒരു കാഴ്ച കാണുകയാണ്. കാണുന്നത് മറ്റാരെയുമല്ല. ആരെയാ കാണുന്നത്? കർത്താവിനെയാ കാണുന്നത്. എങ്ങനെയാ കാണുന്നവൻ? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. ഇന്ന് പകലിൽ സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കട്ടെ. അവൻ സങ്കീർത്തനത്തിന്റെ ആപ്തവാക്യമായി തലക്കെട്ടായി പറയുക, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് അവൻ താണ ഇടത്തിരിക്കുന്നവനല്ല, ഏതെങ്കിലും അവൻ സ്തോത്രം താഴ്ന്ന ഭാഗത്തിരിക്കുന്നവനോ, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സകലത്തിലും മീതെ ഉന്നതനായി അത്യുന്നതനായിരിക്കുന്ന ഒരു സർവശക്തനെ ആരാധിക്കാനാ ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇങ്ങനെ നാം പറയാറുണ്ട്, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മുടെ അകത്ത് തിരിച്ചറിവുണ്ടായാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. പ്രവാചകൻ പറയുക, ഞാനൊരു കാഴ്ച കാണുകയാ. ആ കാഴ്ച രാജാവിനെ അല്ല, രാജാവിന്റെ സിംഹാസനത്തെ അല്ല, മറ്റധികാരങ്ങളെ അല്ല. ഞാൻ കാണുന്നത് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നാം ആരെയാ കാണുന്നത്? നമ്മൾ ആരെയാ കാണുന്നത്? നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതിസന്ധിയാ കാണുന്നത്, പ്രതികൂലത്തെയാ കാണുന്നത്, നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ കാണുന്നത്, അല്ലെ നമ്മുടെ വീട്ടിലുള്ള ആളെ കാണുന്നത് അല്ല. ഇന്ന് പകൽ ആത്മാവിൽ പറയാം, അതിനെയെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, അവൻ പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തൻ വാഴുന്നവനെ നീ കാണാൻ തയ്യാറായാൽ, യെശയ്യാവ് പറയുകയാ, ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതിലൊരു നിറവുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ, മന്ദിരത്തെ, ആലയത്തെ, വീടിനെ, ജീവിതത്തെ നിറവാക്കണമെങ്കിൽ, ശൂന്യത മാറണമെങ്കിൽ, സാഹചര്യം മാറണമെങ്കിൽ, ഇന്ന് പകൽ നീ മറ്റാരെയും കണ്ടിട്ട് കാര്യമില്ല, നീ ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല, നിന്റെ സ്നേഹിതനെ കണ്ടിട്ട് കാര്യമില്ല, നിന്റെ വീട്ടുകാരെ കണ്ടിട്ട് കാര്യമില്ല, നിന്റെ രക്തബന്ധങ്ങളെ കണ്ടിട്ട് കാര്യമില്ല. നീ കർത്താവിനെ കാണാൻ തയ്യാറായാൽ, കർത്താവിനെ കാണാൻ തയ്യാറായാൽ ഓട്ടോമാറ്റിക് അവിടെ എന്തോ വരും? നിറവ് വരും. ഒന്ന് സ്വതന്ത്രം ചെയ്യാം. നിറയാത്തതിൻ്റെ കാരണം, നിറവ് വരാത്തതിൻ്റെ കാരണം നമ്മുടെ നോട്ടം എവിടൊക്കെയോ മാറിപ്പോയി. അപ്പൊ വാഴുന്ന ദൈവത്തെ കാണണം. അവൻ ഉയർന്നിരിക്കുന്ന, പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുക. അവൻ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തരും 6 ചിറകും ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. നോക്കണമേ, ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ആ കർത്താവിനെ കാണുന്ന പ്രവാചകൻ അടുത്തൊരു കാഴ്ച കാണുകയാണ്. സറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ പറയാ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ആർക്കുന്ന ശബ്ദം അവൻ കേൾക്കുവാനിടയായി. ഇന്ന് പകല ആർപ്പിന്റെ ശബ്ദം ഇവിടെ നിന്ന് മുഴങ്ങട്ടെ. നമ്മുടെ ദൈവം ആരാണ്? അവൻ പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധനാണ്, അവിടുന്ന് പരിശുദ്ധനാണ്. അവൻ ആ ശബ്ദം മുഴങ്ങാൻ തുടങ്ങിയാൽ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. അടുത്ത പദം പറയുക, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. ആരാ പറയുന്നേ? പ്രവാചകൻ. പുള്ളി നാണം കെട്ടുപോയി അല്ലേ? ആരാ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന? പ്രവാചകനാണോ? അല്ല. ആരാ പറയുന്നേ? സറാഫുകൾ പറയുക, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് എന്നുവെച്ചാൽ അവർ വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ 2 കൊണ്ടെല്ലാം കൂട്ടി വെച്ചിരിക്കുക അല്ലേ?
കൈപൂട്ടും വാവൂട്ടും മുഖം മൂടും അല്ലേ സറാഫുകൾ ചെയ്തത്? അതല്ലേ. നമ്മൾ അനങ്ങത്തില്ല. പുള്ളിക്ക് മനസ്സിലായി ഞാൻ അനങ്ങിയില്ലേലും എന്ത് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചാർജായി വരുമ്പോഴത്തേക്ക് ആശീർവാദം പറയാൻ സമയം. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. നമ്മൾ രണ്ട് കൈ ഇങ്ങനെ അനക്കത്തില്ല. നമ്മൾ വാ തുറക്കത്തില്ല. പിന്നെന്താ, നമ്മൾ പറക്കോ? പറക്കത്തുമില്ല, പറയത്തുമില്ല. ഒരു കാര്യം പറയാം, സറാഫുകൾക്ക് അനങ്ങാതിരിക്കാൻ കഴിയത്തില്ല. കാരണം അവർ കാണുന്ന സർവശക്തനാ ദൈവത്തെയാ. പ്രവാചകന് നാണം തോന്നി. അയ്യോ എനിക്ക് കഷ്ടം, എന്റെ വാ കൊണ്ട് ഞാൻ മിണ്ടുന്നില്ല, എന്റെ കൈ കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, എന്റെ കാലുകൾ കൊണ്ട് മഹത്വപ്പെടുത്തുന്നില്ല, എന്റെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്നില്ല. ഇന്ന് പകൽ ആത്മാവിൽ ദൈവസന്നിധിയിൽ വിളിച്ചു പറ, ദൈവമേ, നീ മനുഷ്യനെയല്ല ആരാധിക്കുന്നത്, മനുഷ്യനെയല്ല പ്രസാദിപ്പിക്കുന്നത്, നീ ആരാധിക്കുന്നത് പരിശുദ്ധനായ ഒരു ദൈവത്തെയാ. എങ്ങനെ അനങ്ങാതിരിക്കാൻ കഴിയും? എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? എങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? എങ്ങനെ സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാൻ കഴിയും? ദൈവത്തെ കാണുന്ന, അതുകൊണ്ടാ ആമേൻ ഹല്ലേലൂയ പൗലോസ് പറ, എന്റെ മനസ്സിന്റെ അലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. റോമയിലുള്ള ദൈവജനത്തോട് പറയാ, നിങ്ങൾ ബുദ്ധിയുള്ള. കണ്ടോ, അപ്പം ബുദ്ധിയില്ലാത്ത ആരാധനയും മണ്ടന്മാരുടെ ആരാധനയും ഉണ്ട്. ചുമ്മാ വെറുതെ വന്നിരിക്കുന്നതിനാ അതിന്റെ പേര്. കാരണം ഇവിടെ വന്നിരിക്കും മനുഷ്യനെയല്ല കാണേണ്ടത്, അല്ലേ? ആണോ? ദൈവത്തെ കാണുന്നവൻ പറയും, യെസ്, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാൻ കാണുന്നത് പരിശുദ്ധനെയാ, ഞാൻ കാണുന്നത് സർവശക്തനെയാ. അവയുടെ ആർപ്പിന്റെ ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ സ്തോത്രം അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം കൊണ്ട് നിറഞ്ഞു. പ്രവാചകൻ പറയുക, അയ്യോ അപ്പോൾ എനിക്ക് ഞാൻ നശിച്ചു. ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ. വായെടുത്ത് പറഞ്ഞപ്പോ മനസ്സിലായി, ഞാൻ കണ്ടത് ചെറിയ ആളെ അല്ല. ഉസിയ രാജാവ് മരിച്ചു കാണും, പക്ഷെ ഞാൻ കണ്ടത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ രാജാവിനെ. ആരെ കണ്ടിന്? ആ രാജാവിനെ കണ്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനങ്ങാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ അവൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ, ദൈവമക്കളെ, ഇന്ന് പകൽ ഇവിടെ വന്നെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് വന്നതല്ല, നമ്മുടെ ആരോഗ്യം കൊണ്ട് ഈ കൈകൾ അനങ്ങുന്നതല്ല. ഇന്ന് പകൽ നടന്നിവിടെ വന്നോ? വാ തുറന്ന് വർത്തമാനം പറയാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്തടിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാ പിന്നെ ദൈവത്തെ സ്തുതിക്കാൻ ഇവിടെ ഇരിക്കുന്നവരാകട്ടെ, ഓൺലൈനിൽ ഇരിക്കുന്നവരാകട്ടെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ശക്തിയോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ബലത്തോടെ ആരാധിപ്പാൻ ഒരു പകലൂടെ ദൈവം തന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ. യെശയ്യാവ് പറയുക, അയ്യോ തന്നെ കാണുകയാണ്. താൻ സമർപ്പിച്ചു. ഇന്ന് പകലിൽ നമുക്കും സമർപ്പിക്കാം. 99 സങ്കീർത്തനം പറയുന്ന അതാ, പരിശുദ്ധനായൊരു ദൈവം. അതുകൊണ്ട് അവനെ ആരാധിക്കേണ്ടത്. നമുക്ക് വിടുതൽ തരുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മെ സൗഖ്യമാക്കുന്നത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള തരുന്നത്. കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനല്ല. ആ സങ്കീർത്തനത്തിൽ 3 വട്ടം എടുത്തു പറയുകയാ, നമ്മുടെ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ. അവൻ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവന്റെ വിശുദ്ധി നമ്മിലും വെളിപ്പെടും. സ്തോത്രം ചെയ്യാമോ? അവൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ആ യെശയ്യാവിന്റെ നാവിനെ ദൈവം തൊട്ടു, അല്ലേ? അടുത്ത വാക്യം വായിക്കുമ്പോൾ അപ്പോൾ സ്വാരാഭുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിയിൽ കൊണ്ട് ഒരു തീക്കലിനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. നോക്കണമേ, യെശയ്യാവിനോട് പറഞ്ഞിരിക്കുക, നിന്റെ പ്രശ്നത്തിന് പരിഹാരം. ഇന്ന് പകലിൽ ആരാധനയ്ക്ക് ആലയത്തിൽ വന്നെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമായി. വിശ്വസിച്ചോ?
ഇവിടെ ദൈവത്തെ കണ്ടാൽ, ദൈവത്തെ ആരാധിച്ചാൽ, മറ്റൊന്നും നോക്കാതെ ദൈവത്തിന് സ്തുതി പറഞ്ഞാൽ, ദൈവത്തിന്റെ മഹത്വം കൊടുത്താൽ, വചനം പറയുന്നു നിന്നെ വെറുതെ അയക്കുന്നൊരു ദൈവമല്ല. ഹാലേ, കർത്താവ് ആർക്കും കടക്കാരനല്ല. നിന്റെ പ്രശ്നം അത് എത്ര വലുതാകട്ടെ, എത്ര ചെറുതാകട്ടെ, എത്ര പ്രയാസമേറിയതാകട്ടെ, ആരും സഹായിക്കാത്തതാകട്ടെ, ആരും പരിഗണിക്കാത്തതാകട്ടെ, ഇന്ന് പകൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊട്. അതിന് പരിഹാരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.